എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്നുണ്ടായ ഒരു ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് സർജറി ചെയ്ത ഒരു പേഷ്യൻ്റ്, ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റെ ഉള്ളിൽ ഒരു മോസ്കിറ്റോ ഫോഴ്സസ് കണ്ടെത്തി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഒരു സർജറി നടന്നതെന്ന് സർജന്മാർ പറയുന്നുണ്ടെങ്കിലും എന്താണ് അവിടെ വന്ന വീഴ്ച എന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫ് നഴ്സ് എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുന്നത്. കുറച്ച് നാളുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ മുതൽ അതിൻ്റെ അവസാനം വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറും ഒരു നേഴ്സും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് നിങ്ങളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഒരു സർജറി ചെയ്യുമ്പോൾ പ്രധാനമായും ആ ഫ്ലോറിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്നത് ഒരു സർജനെ അസിസ്റ്റ് ചെയ്യാനായി ഒരു നേഴ്സും, ആ നേഴ്സിന് വേണ്ട കാര്യങ്ങൾ എടുത്തു കൊടുക്കാനായി ഒരു സർക്കുലേഷൻ നേഴ്സ് അല്ലെങ്കിൽ ഒരു സഹായിയായി ഒരു നേഴ്സുമാണ് പ്രധാനമായും ഉണ്ടാകാറുള്ളത്. ഒരു സർജറി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ സർജറിക്ക് വേണ്ട ഇൻസ്ട്രുമെൻറ്റുകൾ ആ ടേബിളിലേക്ക് നിരത്തി വെക്കുകയും അത് എത്ര ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായി അതിൻ്റെ എണ്ണമെടുത്ത് അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ചും ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രമല്ല, അതിനുപയോഗിക്കുന്ന കോട്ടണുകൾ, പഞ്ഞികൾ, അല്ലെങ്കിൽ അത് രക്തം ഒപ്പിയെടുക്കുവാനായി ഉപയോഗിക്കുന്ന തുണികൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൗണ്ട് അല്ലെങ്കിൽ എണ്ണം എടുത്ത് നമ്മൾ അത് എഴുതി വെക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അതിനുശേഷം സർജറിയുടെ പ്രൊസീജിയറുകൾ നടക്കുകയും സർജറി തീർന്നതിന് ശേഷം സർജൻ നമ്മളോട് പറയുന്നുണ്ട്, നേഴ്സുമാരോട് പറയും കൗണ്ട് കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട്. ആ സമയം അസിസ്റ്റ് ചെയ്യുന്ന ആ നേഴ്സ് താൻ എത്ര ഇൻസ്ട്രുമെൻറ്റുകളാണ് ആ ടേബിളിൽ എടുത്തു വെച്ചിരുന്നെന്നുള്ളത് കറക്റ്റായി കൗണ്ടുകൾ കറക്റ്റായിട്ട് തിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ എത്ര പഞ്ഞികളുണ്ടായിരുന്നു, എത്ര തുണികൾ അതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം എണ്ണി കറക്റ്റായി എണ്ണം ബോധ്യപ്പെടുത്തതിന് ശേഷം, സർജനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ സർജൻ ആ സ്യൂച്ചറിങ് അല്ലെങ്കിൽ ഇൻസിഷൻ ചെയ്തിരിക്കുന്ന ആ കീറിയിരിക്കുന്ന ഭാഗം തുന്നിക്കെട്ടുകയുള്ളൂ. പക്ഷേ അതിനുശേഷവും വീണ്ടും ഒരിക്കൽ കൂടി നേഴ്സുമാർ കൗണ്ട് എടുക്കാറുണ്ട്. കാരണം അത് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിന് വിടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കൗണ്ട് എടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഇൻസ്ട്രുമെൻറ്റുകൾ CSSTയിലേക്ക് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടി അവർക്ക് വിടാറുള്ളൂ. പക്ഷേ ഇവിടെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത്, സർജറി ഇൻസിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കീറിയ ഭാഗം തുന്നിക്കെട്ടുന്നതിന് മുമ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൗണ്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു തെറ്റായി എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്നത്. അങ്ങനെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൗണ്ട് എടുത്തിരുന്നുണ്ടെങ്കിൽ, ഒരു ഇൻസ്ട്രുമെൻറ്റ് മിസ്സായിരുന്നെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് കണ്ടു കിട്ടുന്നിടം വരെയും ആ സർക്കുലേഷൻ അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സ് ഒരിക്കലും ഒരു സർജന്മാരെയും സമ്മതിക്കാറില്ല ആ ഇൻസിഷൻ അല്ലെങ്കിൽ ആ കീറിയിരിക്കുന്ന ഭാഗം തുന്നിക്കെട്ടുവാൻ. അപ്പോൾ ആ കൗണ്ടിങ് എന്ന പ്രോസസ്സിങ് കറക്റ്റായിട്ട് അവിടെ നടന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പിഴവായി ഞാൻ കാണുന്നത്. അപ്പം ഇതിൻ്റെ തുല്യ ഉത്തരവാദിത്വം അവിടെ സ്ക്രബ് ചെയ്ത നേഴ്സിനും അതോടൊപ്പം തന്നെ സർജനും ഉണ്ട് എന്നുള്ളതാണ് ആസ് എ നേഴ്സ് എന്ന രീതിയിൽ എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മളൊക്കെ ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്നതാണ്, അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ഒരുപാട് സർജറികളിൽ അസിസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പം ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും സർജന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സാധനം കിട്ടാതെ നമ്മൾ ഒരിക്കലും ഇൻസെക്ഷൻ ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കത്തില്ല. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആശുപത്രികളിലെല്ലാം എക്സ്റേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. എക്സ്റേ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിനകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഇൻസ്ട്രുമെൻറ്റോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പഞ്ഞിയുടെ ഭാഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്റേ എടുത്തതിന് ശേഷം അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് ഫ്യൂച്ചർ ചെയ്യുവാനായിട്ട് നമ്മൾ സമ്മതിക്കാറുള്ളൂ. അപ്പം ഇതിൻ്റെ തുല്യ ഉത്തരവാദിത്വമാണ് ആ നേഴ്സിനും ആ ഡോക്ടർക്കും ഉള്ളത് എന്ന് തന്നെയാണ് ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. ഇത് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അവരുടെ തലയിലേക്ക് വെക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതൊരു കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു, സ്റ്റാഫുകൾ കുറവുണ്ടായിരുന്നു പറയുന്നു, ഒരു അസിസ്റ്റ് ചെയ്യാൻ ഒരു നേഴ്സ് മാത്രമേ ഉള്ളൂ, സർക്കുലേറ്റ് ചെയ്യാനായിട്ട് വേറെ ആരും ഇല്ലായിരുന്നു എന്നൊക്കെ ഒരുപാട് ന്യായങ്ങൾ നിരത്തുമ്പോഴും ഒരു സർജറിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ബിഫോർ സർജറിയും ആഫ്റ്റർ സർജറിയും എപ്പോഴും നമ്മൾ ഇൻസ്ട്രുമെൻസിൻ്റെ കൗണ്ടുകൾ തിട്ടപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അവിടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കും നേഴ്സിനും
നേഴ്സിനും ഒരു പിഴവ് സംഭവിച്ചതെന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്ത ആ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഇന്ന് പബ്ലിക്കിനോട് ഞാൻ തുറന്ന് പറയുകയാണ്. അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ പുറത്തേക്കല്ല ഇത് വെക്കേണ്ടത്. ഇനിയും പ്രത്യേകിച്ചും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നേഴ്സുമാരായുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചെയ്തു വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് കറക്റ്റായി ഫോളോ ചെയ്യാനായിട്ട് നമ്മളെല്ലാം ശ്രമിക്കുക. സർജറിക്ക് മുമ്പും സർജറിക്ക് ശേഷവും ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ കൗണ്ടുകൾ തിട്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാതിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുമാത്രമല്ല, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു പേഷ്യൻ്റെ ജീവനാണ്. നമ്മളെപ്പോഴും അതിനുള്ള റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ നമ്മൾ മുമ്പോട്ട് നീങ്ങുക. ഇതുവരെയും ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ അനുഭവിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സ്വന്തം കോട്ടയംകാരൻ അച്ചായൻ. താങ്ക് യു.